സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. സോ നമുക്ക് ആദ്യം തന്നെ ഒരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ ഒരുപാട് പുതിയ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് കേട്ടോ. സോ എല്ലാവർക്കും ഭയങ്കര താങ്ക്സ് ഉണ്ട് ആൻഡ് വെൽക്കം ടു അവർ ഫാമിലി. ആൻഡ് നമ്മുടെ ചാനലിലെ ഗിവ് അവേ നല്ല തകർപ്പനായിട്ട് നടന്നു പോകുന്നുണ്ട്. പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവർക്ക് ഇനിയും ടൈം ഉണ്ട്, ഓഗസ്റ്റ് 9 വരെ ടൈം ഉണ്ട്, വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തോളാം. ആൻഡ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ആൻഡ് ആ റെസിപ്പി നമുക്ക് വേണ്ടി കുക്ക് ചെയ്യാൻ പോകുന്നത് ഞാനല്ല, ഇന്ന് ഉമ്മയാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളാം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കമന്റ്സോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ നമുക്ക് ഇനി അധികം ലേറ്റ് ആക്കണ്ട, വീഡിയോയിലേക്ക് പോവാം. അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് നമുക്ക് കർക്കിടക മാസത്തിൽ കഴിക്കുന്ന ഒരു മരുന്ന് 3 ഇല വെച്ചിട്ടാണ് ആ മരുന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 3 ഇല നമുക്ക് പറിച്ചെടുക്കാം. നമ്മുടെ ഈ വീടിന്റെ പരിസരത്ത് തന്നെ ഉണ്ട് ആ ഇലകള്. അപ്പൊ അത് നമുക്കൊന്ന് പറിച്ചെടുക്കാം. അപ്പോൾ ഈ മരുന്നുണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഇതാണ്. അത് പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താം. ഇത് 1 കപ്പ് പച്ചരിയാണ് കുതിർത്തി വാരി വെച്ചിരിക്കുന്നതാണ്. ഇതൊരു 50 ഗ്രാം കരിപ്പെട്ടി ശർക്കര, അതാണ് നല്ലത്. മരുന്നിനൊക്കെ നല്ലത് കരിപ്പെട്ടിയാണ്. മറ്റേ ശർക്കരയിലും നല്ലത് കരിപ്പെട്ടിയാണ്. പിന്നെ അതിന്റെ 3 തരത്തിലുള്ള ഇലകളാണ്. ഇതാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ഈ മരുന്നുണ്ടാക്കാനുള്ളത്. ഇനി മരുന്ന് ഉണ്ടാക്കുന്നത് അതിനെയൊന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ തുമ്പ ജ്യൂസ് മിക്സിയിലേക്ക് ഒന്ന് അരിഞ്ഞിടാം. ഇതിന്റെ നീരെടുക്കേണ്ടതാണ്. ഈ 3 ഇലകളുടെ നീരെടുക്കണം. അപ്പൊ തുമ്പ ഒന്ന് അരിഞ്ഞതിലേക്ക് ഇടാം. തുമ്പയുടെ വേരും കൂടി എടുക്കാം കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി വേപ്പല ഒന്ന് അരിഞ്ഞതിലേക്ക് ഇടണം. പിന്നെ നമ്മുടെ മുക്കൂറ്റി വേരോടും പൂവോടും എല്ലാം കൂടി ഇതിലേക്ക് അരിഞ്ഞിട്ടിട്ട് ഇതിന്റെ നീരെടുത്തിട്ട് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. ഇതൊന്ന് നമുക്ക് നന്നായിട്ട് അടിച്ചിട്ടൊന്ന് പിഴിഞ്ഞ് നീരെടുക്കാം, എന്നിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പൊ നമുക്കൊന്ന് നീരെടുത്തിട്ട് വരാം. ഞാൻ നേരത്തെ വലിയ ജാറിലിട്ടിട്ട് അത് ശരിക്കും പൊടിഞ്ഞു കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ചെറിയ ജാറിലിട്ട്, ഇവിടെ അങ്ങനെ ചതച്ചെടുക്കാനുള്ള സൗകര്യം ഇല്ലാത്തതിന്റെ പേരിൽ ചെറിയ ജാറിലിട്ട് ഞാനിപ്പോ ഇത് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞ് ഇതിന്റെ ചാറെടുക്കാം. നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. ചാറായിട്ട് ശരിക്കും പിഴിഞ്ഞെടുക്കണം. നമുക്കിതൊന്ന് അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കാം. നമ്മളിനി ഇതൊന്ന് ശർക്കര ഉരുക്കിയെടുക്കണം. അതിന് 1 ഗ്ലാസ് വെള്ളം ഞാൻ ഇതിൽ ഒഴിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അരിയും ആ മരുന്നും ഇതും കൂടി വേണം അടിക്കാനായിട്ട്. വേറെ സെപ്പറേറ്റ് വെള്ളമൊന്നും അതിൽ ഉപയോഗിക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ ശർക്കര ശരിക്കും അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കണം. ഈ അരി ഒന്ന് അടിച്ചെടുക്കണം. അതിന് അരി നമുക്ക് ഈ ജാറിലേക്കൊന്ന് ഇടാം. ഇനി ശർക്കര ഉരുക്കി വെച്ചത് ഒന്ന് അരിക്കണം. അരിച്ച് ഈ അരിയിലേക്ക് ഒഴിക്കണം. ഇനി അതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ച ചാറ് അതിലേക്ക് ഒഴിക്കണം. എന്നിട്ടൊന്ന് അടിച്ചെടുക്കണം. നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇതാണ് അതിന്റെ പരുവം. അപ്പൊ നമുക്ക് ഇത് മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടി നല്ല കട്ടിയുള്ള ഒരു പാത്രം വെക്കണം. അതിന് ഞാനിപ്പോ ഇവിടെ ഒരു ഉരുളിയാണ് വെച്ചിരിക്കുന്നത്. നല്ല ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അത് വെച്ചാൽ മതി. ഉരുളി ആയിരിക്കും ഏറ്റവും നല്ലത്. എനിക്കിപ്പോ ഉരുളി ഉണ്ട്, അതുകൊണ്ട് ഞാനിപ്പോ ഉരുളിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം.
എന്നിട്ട് ഇത് നന്നായിട്ട് അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് ഫ്ലെയിം ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അടി പിടിക്കരുത്, നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം ഒരു ഇൻഗ്രീഡിയന്റ് കൂടി ഇതിൽ ചേർക്കാനുണ്ട്. അതിന്റെ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ പറയുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് അടി നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലാസ്റ്റത്തെ ഇൻഗ്രീഡിയന്റ് ഇതിലേക്ക് ചേർക്കാം. അത് 1 ടീസ്പൂൺ നറുനെയ്യാണ് ചേർക്കേണ്ടത്. അത് 1 സ്പൂൺ നെയ്യ് ചേർക്കണം. അപ്പോൾ ഞാൻ ചെറിയ സ്പൂൺ എടുത്തേണ്, അതുകൊണ്ട് 2 സ്പൂൺ നെയ്യ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. സ്റ്റാർട്ട്. അപ്പോൾ നമ്മുടെ മരുന്ന് റെഡി ആയിട്ടുണ്ട്. ഒരു ലേഹ്യത്തിന്റെ കൺസിസ്റ്റൻസിയാണ് ഇതിനുള്ളത്. അപ്പൊ ഇത് അംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തീരും. അല്ല എന്ന് 1-2 ഒക്കെ ആൾക്കാരൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് 3 ദിവസത്തേക്കാണ്, ആഴ്ചയിൽ 3 ദിവസത്തേക്കാണ് കഴിക്കേണ്ടത്. 1 സ്പൂൺ വെച്ചിട്ട് രാത്രി കിടക്കുമ്പോൾ കഴിക്കുക. അങ്ങനെ 3 ദിവസം. ഇനി ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പം ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് ഉപയോഗിക്കുക.